ഭാരതത്തിന്റെ കരുത്തുറ്റ 3 സേനകളെയും ഒരേ കുടക്കീഴിൽ കൊണ്ടുവന്ന് കരുത്തുകാട്ടാൻ ഇന്ത്യയുടെ മാസ്റ്റർ പ്ലാൻ. പാക് അതിർത്തിയെ നിരീക്ഷിക്കാൻ ജയ്പൂറും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ നീക്കങ്ങളെ തടയാൻ തിരുവനന്തപുരവും ഇവിടെ സജ്ജമാവുകയാണ്. ഇന്ത്യയുടെ മഹാസമുദ്ര മേഖലയെ സംരക്ഷിക്കുന്ന മാരിടൈം തിയേറ്റർ കമാൻഡിന്റെ ആസ്ഥാനമായി തിരുവനന്തപുരത്തെയാണ് ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതാകട്ടെ മലയാളികൾക്ക് ഏറെ അഭിമാനിക്കാൻ വക നൽകുന്ന ഒരു നിമിഷത്തിനാണ് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുന്നത്. ചൈനയുടെ നാവിക സാന്നിധ്യം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഈ തീരുമാനം അതീവ തന്ത്ര പ്രാധാന്യമുള്ളതാണ്. ശ്രീലങ്ക, അതേപോലെ തന്നെ മാലദ്വീപ്, അറബിക്കടൽ, ഹോർമുസ് കടലെടുക്ക്, ആഫ്രിക്കൻ തീരപ്രദേശങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട സമുദ്ര ഗതാഗത പാതകളെ നിരീക്ഷിക്കുന്നതിൽ തിരുവനന്തപുരം നിർണായക കേന്ദ്രമാകും. ചൈനീസ് യുദ്ധ കപ്പലുകളുടെയും ഗവേഷണ കപ്പലുകളുടെയും നീക്കങ്ങൾ നിരീക്ഷിക്കുന്നതിനും ഇന്ത്യയുടെ സമുദ്ര അതിർത്തിയുടെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും ഈ കമാൻഡ് വലിയ പങ്കുവഹിക്കുമെന്നതാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇന്ത്യയുടെ മൊത്തം വ്യാപാരത്തിന്റെ വലിയൊരു വിഹിതം എണ്ണ ഇറക്കുമതിയുടെ ഭൂരിഭാഗവും കടൽ മാർഗമാണ് നടക്കുന്നത്. അതിൽ സമുദ്ര സുരക്ഷ രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ലോകത്തിലെ ശക്തരായ സൈനിക ശക്തികളായ അമേരിക്കയും ചൈനയും ഇതിനോടകം തന്നെ തിയേറ്റർ കമാൻഡ് സംവിധാനമാകട്ടെ നടപ്പിലാക്കിയിട്ടുണ്ട്. അതേ മാതൃകയിലേക്ക് ഇന്ത്യയും നീങ്ങുകയാണ്. ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത ഒരു വൻ മാറ്റത്തിനാണ് ഈ രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. കരസേനയും വ്യോമസേനയും നാവികസേനയും വേർതിരിച്ച് പ്രവർത്തിച്ചിരുന്ന ഈ ഒരു പഴയ സംവിധാനത്തെ മാറ്റിമറിച്ചുകൊണ്ട് യുദ്ധ സാഹചര്യങ്ങളിൽ ഒരൊറ്റ കമാൻഡിൽ നിന്നുള്ള അതിവേഗ തീരുമാനങ്ങളിലേക്കാണ് ഇന്ത്യ നീങ്ങുന്നത്. അതിന്റെ ഭാഗമായാണ് പുതിയ തിയേറ്റർ കമാൻഡ് സംവിധാനം രൂപീകരിക്കുന്നത്. പാകിസ്ഥാനിൽ നിന്നുള്ള ഏതൊരു ഭീഷണിക്കും അതിവേഗത്തിൽ തന്നെ മറുപടി നൽകാൻ വെസ്റ്റേൺ തിയേറ്റർ കമാൻഡിലേക്ക് ആസ്ഥാനം ജയ്പൂരിലേക്കും, പാക് അതിർത്തിയിലെ സൈനിക വിന്യാസങ്ങൾ, വ്യോമാക്രമണ പ്രതിരോധം, കരസേനയുടെ നീക്കങ്ങൾ, മിസൈൽ വിന്യാസങ്ങൾ തുടങ്ങി മുഴുവൻ സൈനിക പ്രവർത്തനങ്ങളും ഇനി ഒരൊറ്റ നിയന്ത്രണ കേന്ദ്രത്തിൽ നിന്നായിരിക്കും ഏകോപിപ്പിക്കുക. ഇതുവരെ തന്നെ കരസേന, വ്യോമസേന, നാവികസേന എന്നിവ വേർതിരിച്ചാണ് തീരുമാനങ്ങൾ എടുത്തിരുന്നത്. എന്നാൽ പുതിയ സംവിധാനത്തിൽ യുദ്ധ സാഹചര്യങ്ങളിൽ പ്രതികരണ സമയം ഗണ്യമായി തന്നെ കുറയും. അതിർത്തിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടായാൽ മിനിറ്റുകൾക്കകം തന്നെ സംയോജിത പ്രത്യാക്രമണം നടത്താൻ ഈ സംവിധാനം സഹായകരമാകും. രാജ്യത്തിന്റെ അതിർത്തികൾ കാക്കാൻ 3 പുതിയ തിയേറ്റർ കമാൻഡുകൾ രൂപീകരിക്കുകയാണ് ഇവിടെ പ്രതിരോധ മന്ത്രാലയം. ഉയർന്നു വരുന്ന പാകിസ്ഥാനിൽ നിന്നും ചൈനയിൽ നിന്നും ഉയരുന്ന ആ സുരക്ഷാ വെല്ലുവിളികളെ അടപടലം ഒതുക്കുക എന്നുള്ള നീക്കത്തിന്റെ ഭാഗമാണിത്. ഈ വെല്ലുവിളികളെ പ്രതിരോധിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് വൻ സൈനിക പരിഷ്കാരങ്ങൾ ഒന്നൊന്നായി തന്നെ ഇനി മാറും. ഇതോടുകൂടി തന്നെ ഇന്ത്യയെ തൊടാൻ ഒരുത്തനും ഇവിടെ മുതിരില്ല എന്നതിന്റെ തെളിവ് കൂടിയാണിത്. ഇന്ത്യയുടെ 3 സേനകൾ ഒന്നിച്ചാൽ സംഹാര താണ്ഡവം തന്നെയാകും അതിർത്തിയിൽ നടക്കാനൊരുങ്ങുന്നത്. സൈന്യത്തിന്റെ ആക്രമണ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ തന്ത്രപ്രധാനമായ മേഖലകളിൽ കൂടി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും ഒരു പുതിയ തിയേറ്റർ കമാൻഡ് ഇവിടെ സഹായകരമാകും. ചൈനയെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കുന്ന നോർത്തേൺ തിയേറ്റർ കമാൻഡിന്റെ ആസ്ഥാനം ഉത്തർപ്രദേശിലെ ലക്നൌവിലായിരിക്കും. പൂർണ്ണമായും ചൈനീസ് അതിർത്തിയിലെ നീക്കങ്ങളെ സംരക്ഷിക്കുവാനും പ്രതിരോധിക്കുവാനും മാത്രമായിരിക്കും ഈ കമാൻഡ് ചുമതലപ്പെടുത്തുക. അയൽരാജ്യമായ പാകിസ്ഥാനിൽ നിന്നുള്ള ഭീഷണികളെ നേരിടാൻ ജയ്പൂർ ആസ്ഥാനമാക്കിയാണ് വെസ്റ്റേൺ തിയേറ്റർ കമാൻഡ് പ്രവർത്തിക്കുക. പാക് അതിർത്തിയിലെ സൈനിക വിന്യാസം, വ്യോമ, കരസേന നീക്കങ്ങളും ഏകോപിപ്പിക്കുന്നത് ജയ്പൂരിലെ ആ ആസ്ഥാനത്ത് നിന്നായിരിക്കും. ഇതിനെല്ലാം പുറമെ തന്നെ ഇന്ത്യൻ സമുദ്രത്തിലെ സുരക്ഷ ശക്തമാക്കുന്നതിനായി രൂപീകരിക്കുന്ന മാരിടൈം തിയേറ്റർ കമാൻഡിന്റെ ആസ്ഥാനമായി കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തെ നിശ്ചയിക്കുകയും ചൈനീസ് നാവികസേനയുടെ ഇന്ത്യൻ സമുദ്രത്തിലെ അനാവശ്യമായ ഇടപെടലുകൾ തടയുവാനും സമുദ്ര അതിർത്തി പൂർണ്ണമായും സുരക്ഷിതമാക്കുവാനും ഈ ഒരു കമാൻഡ് നിർണായക പങ്കുവഹിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നതും. ഇതോടുകൂടി തന്നെ ഇപ്പോൾ കേരളത്തിൽ വലിയൊരു മാറ്റം അല്ലെങ്കിൽ വലിയൊരു ചരിത്രം സൃഷ്ടിക്കാനാണ് ഇവിടെ ഒരുക്കങ്ങൾ നടത്തുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.